നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം തളിക്കാനെത്തി KSU പ്രവർത്തകർ. തൃശൂരിൽ കോൺഗ്രസ് BJP സംഘർഷം. മോദിയുടേത് വെറും ഷോ. BJP കേരളത്തിൽ പച്ച തൊടില്ല, അവർ പൂജ്യമായി തുടരും. ET മുഹമ്മദ് ബഷീർ MP. രഞ്ജി ട്രോഫി കേരളത്തെ സഞ്ജു സാംസൺ നയിക്കും. ആദ്യ കളി ആലപ്പുഴയിൽ. വാർത്തകൾ വിശദമായി. തൃശൂരിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ സംഘർഷം. തേക്കിൻകാട് മൈതാനിയിലെ നായ്ക്കനിലാണ് സമീപമായിരുന്നു സംഘർഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ച വേദിയിൽ KSU പ്രവർത്തകർ ചാണകവെള്ളം തളിക്കാൻ എത്തിയതാണ് സംഘർഷത്തിന് കാരണമായതെന്ന് യൂത്ത് കോൺഗ്രസ്. BJP പ്രവർത്തകർ മുദ്രാവാക്യങ്ങളുമായി നേർക്കുനേരെ അണിനിരന്നതോടെ ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തി. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെക്കുറിച്ച് അറിഞ്ഞ BJPക്കാർ നായ്ക്കനാലിലെ വേദിയിലേക്കുള്ള വഴിയിൽ തമ്പടിച്ചിരുന്നു. പ്രതിഷേധത്തെക്കുറിച്ച് നേരത്തെ തന്നെ സൂചന ലഭിച്ചിരുന്ന പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നടുവിലാലിലെ കവാടത്തിന് മുന്നിൽ തടഞ്ഞു. ക്ഷേത്ര മൈതാനത്തിനുള്ളിൽ BJPക്കാരും പുറത്ത് റോഡിൽ കുത്തിയിരുന്ന KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മുദ്രാവാക്യം വിളിച്ചു. തൃശൂരിൽ മോദി നടത്തിയത് വെറും ഷോ എന്ന് ET മുഹമ്മദ് ബഷീർ MP. BJP കേരളത്തിൽ പച്ച തൊടില്ലെന്നും അവർ പൂജ്യമായി തന്നെ തുടരുമെന്നും ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അതേസമയം തൃശൂർ പൂരത്തെ പ്രധാനമന്ത്രി രാഷ്ട്രീയമായി ഉപയോഗിക്കരുതെന്നും മന്ത്രി P രാജീവ് പറഞ്ഞു. കേരളത്തിന്റെ നേട്ടങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ലെന്നും രാഷ്ട്രീയ പ്രചാരണത്തിന് മാത്രമാണ് പ്രധാനമന്ത്രി പ്രാമുഖ്യം നൽകുന്നതെന്നും രാജീവ് പ്രതികരിച്ചു. ഇനി കായിക വാർത്ത. വെള്ളിയാഴ്ച നടക്കുന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ആദ്യ കളിയിൽ കേരളം ഉത്തർപ്രദേശിനെ നേരിടും. 4 ദിവസത്തെ മത്സരം നടക്കുന്നത് ആലപ്പുഴ ST കോളേജ് മൈതാനത്താണ്. സഞ്ജു സാംസൺ കേരളത്തെ നയിക്കും. ആദ്യമായാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പരിപാലിക്കുന്ന മൈതാനത്ത് രഞ്ജി മത്സരം നടക്കുന്നത്. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.